ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ രാവിലത്തെ ഒരു ചായയും പിന്നെ ഒരു പാലപ്പത്തിൻ്റെ ഒരു കലക്കി വെക്കുന്നൊരു ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് രാവിലെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാലപ്പത്തിൻ്റെ പൊടിയാണ്, അപ്പം അതൊന്ന് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പാലപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ പറഞ്ഞാൽ ചെറിയ ടീസ്പൂണിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കപ്പ് കൊണ്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 3/4 കപ്പാണ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കട്ടൊന്നും എല്ലാം ഒന്ന് ഉടച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. 3/4 കപ്പ് കൊണ്ട് വെള്ളം എടുത്തത് ഫുള്ളായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും ഒഴിച്ചു കൊടുത്ത് ഞാൻ കലക്കിയിട്ടൊന്ന് ഒരു 1.5 മണിക്കൂർ നേരം വെക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാലപ്പം ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ ഈ ഒരു ഇതിലാണ് ആക്കിയെടുത്തിട്ട് ഇനി മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിൽ കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് കറക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് മൂടി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചായയുടെ വെള്ളമൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-3 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പഞ്ചസാര പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഏലക്കായ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ശേഷമാണ് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി തിളപ്പിച്ചെടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ഉരുളൻകിഴങ്ങിൻ്റെ കറി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. തലേ ദിവസത്തേന് അത് പാലപ്പത്തിലേക്ക് കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.